ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നന്മ ചെയ്താൽ അവർ നിസ്കരിക്കുകയും സ്വലാത്ത് ചൊല്ലുകയും ദിക്റുകളും സ്വലാത്തുകളിലും ദാനധർമ്മങ്ങളിലുമായിട്ട് അവരിങ്ങനെ മുഴുകിയാൽ എനിക്ക് ആനന്ദമാണ്, എനിക്ക് സന്തോഷമാണ്, എന്റെ റൗളയുടെ ഉള്ളിൽ പെരുന്നാളാണ്. പക്ഷേ അവരെങ്ങാനും തെറ്റ് ചെയ്താലോ ഞാൻ എന്റെ കൽബ് ദുഃഖിക്കും, ഞാൻ അവർക്ക് വേണ്ടി പൊറുക്കൽ തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ കൽബ് ദുഃഖിക്കുന്നുണ്ട്. ആരും കാണാതെ ഹറാമ് കാണുമ്പോ, ആരും കാണാതെ വൃത്തികേടുകൾ പറയുമ്പോ, ചിന്തിക്കുമ്പോ, പ്രവർത്തിക്കുമ്പോ, പലിശ വാങ്ങുമ്പോ, കള്ള് കുടിക്കുമ്പോ, ലഹരി അടിക്കുമ്പോ, തിന്മകളുടെ വിളയാടങ്ങളിലേക്ക് സമൂഹമേ ഞാനും നിങ്ങളും കൂപ്പുകുത്തുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബകം വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും നിങ്ങളും കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബകം എങ്ങാനും വേദനിച്ചാൽ അള്ളാഹു വെറുതെ വിടുമോ? എന്തും അള്ളാഹു സഹിക്കും. എന്ത് പാപമാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബകത്തിൽ ഞാനും നിങ്ങളും കാരണം ഒരു വേദനയുണ്ടായാൽ അത് അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മനാഖിബുകൾ, അവിടുത്തെ മൗലിദുകൾ, അവിടുത്തെ എല്ലാ മദ്ഹിന്റെ വ്യത്യസ്തമായ ഈരടികൾ, ബൈത്തുകളൊക്കെ പാടി നാം പള്ളിയിൽ വെച്ച് പാടി, നമ്മളെ കുട്ടികളെ കൊണ്ട് നബിദിന പരിപാടിയിൽ പാടിപ്പിച്ചു. അതിനുവേണ്ടി ചീരണികൾ കൊണ്ടുവന്നു. എത്ര മനോഹരമായിരുന്നു. അള്ളാഹു ഇനിയും ഓരോ റബീഉൽ അവ്വലിന്റെ 12 കടന്നു വരുമ്പോഴും വരുന്ന റബീഉൽ അവ്വലും അതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആയുരാരോഗ്യ ദീർഘായുസ്സും തൗഫീഖും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ദിനമായ 12 കഴിയുമ്പോ ആ ഹബീബായ തങ്ങളോടുള്ള നമ്മുടെ കടമകളും കടപ്പാടുകളും കഴിഞ്ഞോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ബന്ധം കേവലം ഒരു തോരണം തൂക്കി, അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തി, അല്ലെങ്കിൽ ചെറിയൊരു ഘോഷയാത്ര നടത്തി ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടി 100 സ്വലാത്ത് ചൊല്ലി കഴിയുമ്പോൾ ആ ഹബീബായ തങ്ങളുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വർത്തമാന കാലഘട്ടത്തിന്റെ പുതിയ യുവതലമുറയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ കടമ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് വിലയിരുത്തണം. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴും ആ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാടി പുകഴ്ത്തുമ്പോഴും ഒരു വിഭാഗം ശക്തമായ വിമർശനങ്ങളാലും അവഹേളനങ്ങളാലും അള്ളാഹുവിന്റെ ഹബീബിനെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം കാണാതിരിക്കാൻ വയ്യ. പക്ഷെ അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ അടിവരയിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന കാര്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ കണ്ട അങ്ങനെയായിരുന്നു. عن حبيب بن سباع أبو جمعة كنا مع رسول الله صلى الله عليه وسلم معنا معاذ بن جبل 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹത്തരമായ സ്വഹാബാക്കളിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒക്കെ ഒരുമിച്ചുണ്ടായിരിക്കെ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ മിൻ ഖൗമിൻ ഹും അഅ്ളമു മിന്നാ അജ്റാ. സ്വഹാബാക്കളാണ് ചുറ്റും. ഹബീബായ തങ്ങൾ ഇരിക്കവേ ചോദിക്കുകയാണ്, നബിയെ, ഞങ്ങളെക്കാൾ ഉന്നതരായ, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠവാന്മാരായ ആളുകൾ അങ്ങക്ക് വേറെ ഉണ്ടോ നബിയെ? ആമന്നാ ബിക വത്തബഅനാക്, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചിട്ടുണ്ട്. വത്തബഅനാക്, അങ്ങയെ ഞങ്ങൾ പിൻപറ്റിയിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണോ അങ്ങനെ. ഖാല, ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, മാ യംനഉകും മിൻ ദാലിക വറസൂലുള്ളാഹി ബൈന അളുഹുരിക്കും. എന്താണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരിക്കെ എന്ത് കാര്യത്താലാണ് നിങ്ങൾ തടയപ്പെടുക? യഅതീകും ബിൽ വഹയി മിനസ് സമാ, ആകാശത്തു നിന്നുള്ള വഹി നിങ്ങളുടെ ഇടയിൽ വെച്ചല്ലേ എനിക്ക് വരിക. ബൽ ഖൗമുൻ യഅതൂന മിൻ ബഅദികും, പക്ഷേ ഒരു കാര്യമുണ്ട് സ്വഹാബ, ഖൗമുൻ യഅതൂന മിൻ ബഅദികും, നിങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം വരാനുണ്ട്. يأتيهم كتاب بين لوحين يؤمنون به ويعملون بما فيه أولئك أعلم منكم مجرا.
ഞാനില്ലാതെ, എന്റെ സാന്നിധ്യമില്ലാതെ എന്നെ കൊണ്ട് വിശ്വസിക്കുന്ന, എന്നെ അങ്ങേയറ്റം പ്രണയിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം സ്വഹാബത്തെ എനിക്കും നിങ്ങൾക്കും ശേഷം ഇവിടെ വരാനുണ്ട്. അവർ നിങ്ങളെക്കാൾ ഒരു പക്ഷേ ഖൈറായവർ ആയേക്കാം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വഫാത്തിന്റെ വേളയിലും ആ ഹബീബായ തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ, എനിക്കെന്റെ സഹോദരങ്ങളെ കാണണം, എനിക്കെന്റെ സഹോദരങ്ങളെ കാണണമെന്നാണ്. ആരാണ് ഈ സഹോദരങ്ങൾ? ഞാൻ നിങ്ങളൊക്കെ ഒന്ന് അഭിമാനം കൊള്ളേണ്ട ഒരു വല്ലാത്ത ആനന്ദ നിമിഷമാണ് ആ ഒരു വാക്ക്, എനിക്കെന്റെ സഹോദരങ്ങളെ കാണണം. സഹാബത്ത് ചുറ്റും നിൽക്കുന്നുണ്ട്, വഫാത്തിന്റെ വേളയാണ്. ഞങ്ങളൊക്കെ അല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ? ഞങ്ങൾ അബൂബക്കറുണ്ട്, ഇവിടെ ഉമറുണ്ട്, ഉസ്മാൻ, അലിയുണ്ട്, അബൂ ഹുറൈറയുണ്ട്, സഹാബത്ത് എല്ലാവരും ഉണ്ട്. ഞങ്ങളല്ലയോ അങ്ങയുടെ ഇഷ്ടപ്പെട്ട സഹോദരങ്ങൾ? നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ അസ്ഹാബുകൾ, സുഹാബികളാണ്. നിങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം വരാനുണ്ട് സ്വഹാബ, അവരെ കാണാനാണ് എന്റെ ആഗ്രഹം, എന്റെ കൽബം കൊതിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും കാണാൻ അള്ളാഹുവിന്റെ റസൂല് കൊതിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ വഫാത്തിന്റെ വേളയിലെങ്കിൽ എപ്പോഴെങ്കിലും ആ ഹബീബായ തങ്ങളെ അങ്ങനെ ഒരു കാണാൻ എനിക്കും നിങ്ങൾക്കും കൊതി ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. കൽവിന്റെ ഉള്ളിൽ എന്തിനേക്കാളും കാണാൻ ആഗ്രഹിക്കണം. ഒരു കുഞ്ഞ്, ഒരു ഗർഭിണിയായ ഉമ്മ, അവർ ലേബർ റൂമിൽ ആ പ്രസവത്തിന് വേണ്ടി കെറ്റുമ്പോൾ പുറത്തുള്ള കുടുംബക്കാരും, പ്രത്യേകിച്ച് ആ പെണ്ണിന്റെ ഭർത്താവും ഉമ്മയൊക്കെ എന്തൊരാഗ്രഹമായിരിക്കും ആ കുഞ്ഞിനൊന്ന് കാണാൻ, അല്ലേ? ആ കാണുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം, സന്തോഷമൊക്കെ ചെറുതല്ലോ. അതിന്റെയൊക്കെ ഒരു 100-ൽ 1 അംശമെങ്കിലും നമ്മുടെ ഹബീബിനെ കാണാൻ നമുക്ക് പല ന്യായങ്ങൾ പറയാനാണ്. ഞാൻ യോഗ്യനല്ല, നമ്മൾ അങ്ങനെയല്ല. യോഗ്യതയല്ല, ആഗ്രഹത്തിന്റെ മുന്നിൽ ഒരു യോഗ്യതയും തടസ്സമാവരുത്. ആഗ്രഹമാണ് വേണ്ടത്. ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽബിന്റെ ഉള്ളിൽ ദുഃഖമുണ്ടാക്കുന്ന ഒന്നും ഞാൻ നിങ്ങളും ചെയ്യാൻ പാടില്ല. മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നന്മ ചെയ്താൽ അവർ നിസ്കരിക്കുകയും സ്വലാത്ത് ചൊല്ലുകയും ദിക്റുകളും സ്വലാത്തുകളിലും ദാനധർമ്മങ്ങളിലുമായിട്ട് അവരിങ്ങനെ മുഴുകിയാൽ എനിക്ക് ആനന്ദമാണ്, എനിക്ക് സന്തോഷമാണ്. എന്റെ റൗളയുടെ ഉള്ളിൽ പെരുന്നാളാണ്. പക്ഷേ അവരെങ്ങാനും തെറ്റ് ചെയ്താലോ ഞാൻ എന്റെ കൽബ് ദുഃഖിക്കും, ഞാൻ അവർക്ക് വേണ്ടി പൊറുക്കൽ നേടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ കൽബ് ദുഃഖിക്കുന്നുണ്ട്. ആരും കാണാതെ ഹറാമ് കാണുമ്പോ, ആരും കാണാതെ വൃത്തികേടുകൾ പറയുമ്പോ, ചിന്തിക്കുമ്പോ, പ്രവർത്തിക്കുമ്പോ, പലിശ വാങ്ങുമ്പോ, കള്ള് കുടിക്കുമ്പോ, ലഹരി അടിക്കുമ്പോ, തിന്മകളുടെ വിളയാടങ്ങളിലേക്ക് സമൂഹമേ ഞാനും നിങ്ങളും കൂപ്പുകുത്തുമ്പോ, ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബകം വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും നിങ്ങളും കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബകം എങ്ങാനും വേദനിച്ചാൽ അള്ളാഹു വെറുതെ വിടുമോ? എന്തും അള്ളാഹു സഹിക്കും. എന്ത് പാപമാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബകത്തിൽ ഞാനും നിങ്ങളും കാരണം ഒരു വേദനയുണ്ടായാൽ അത് അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. അള്ളാഹു ഒരിക്കലും നമുക്ക് പുറത്തു തരില്ല. ശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ് വലാ അൻ തൻകിഹൂ അസ്വാജഹു മിൻ ബഅദിഹി അബദാ ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അളീമാ. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ കുറച്ചാളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്താനന്തരം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട പത്നിമാരെ ഒന്ന് വിവാഹം കഴിച്ചാലോ എന്നൊരു ആലോചന തോന്നി. കൽവിന്റെ അകത്തൊരു തോന്നൽ, ദീൻ പഠിക്കാമല്ലോ, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചാൽ എന്നൊക്കെ ഒരു തോന്നൽ. വിശുദ്ധമായ ഖുർആൻ വരുന്നു, വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത്. വലാ അൻ തൻകിഹൂ അസ്വാജഹു, ഹബീബായ തങ്ങളുടെ ഇണകളെ നിങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്യരുത്. മിൻ ബഅദിഹി അബദാ, ആ
ഹബീബായ തങ്ങളുടെ വിയോഗാനന്തരം നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ, ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അളീമാ, അത് അല്ലാഹുവിന്റെ അടുക്കൽ കൊടും കുറ്റമാണെന്ന് ഖുർആൻ പറയുമ്പോ ഒരു കാര്യം പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരാരാണ്? നമുക്ക് ഉമ്മമാരാണ്. അള്ളാന്റെ ഖുർആൻ അത് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടത് ഖാസായിട്ട് അവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ, അങ്ങനെ കുറച്ച് ആളുകൾക്ക് ചില ചിന്തകൾ വന്നു. 1% പോലും ഒരു കാര്യത്തിൽ പോലും സലഫുസ് സ്വാലിഹീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ട് പോലും അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. സഹോദരങ്ങളെ, ശുദ്ധമായ ഖുർആന്റെ തഫ്സീറുകൾ ബലവത്തായിട്ട് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങേ അറ്റത്തെ ബഹുമാനം ഉണ്ടാകണം ഹബീബായ തങ്ങളുടെ പേര് കേൾക്കുമ്പോ, അവിടത്തെ ഹദീസ് കേൾക്കുമ്പോ, അവിടത്തെ പേര് കേൾക്കുമ്പോ. പള്ളിയിൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സമയത്ത് വേറെ ഒരു ചിന്ത വരാൻ പാടില്ല, അങ്ങനെ ഒരു സംസാരം വരാൻ പാടില്ല. മുത്തുനബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ, ബാങ്കിന്റെ മന്ത്രധ്വനി കേൾക്കുമ്പോ പിന്നെ ഒരു മിണ്ടാട്ടം നിന്റെ വായിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നീ ഏത് ഭൗതികരമായ കാര്യമാണോ നീ സംസാരിക്കുന്നത്, നീ അവിടെ നിർത്തിവെച്ചിട്ട് ആ ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ അശ്രദ്ധമായിട്ട് കാണുന്ന കാര്യമാണ്. നീ കേട്ടില്ലെങ്കിലോ? കേട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണ്? ഗൗരവമാണ്. നീ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ എനിക്ക് പറ്റൂല. അതിനും വലിയൊരു ദുരന്തം വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പൊ മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ ചെവിയുടെ അടുത്ത് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് വാപ്പ നാമനക്കുന്നില്ല. എന്തുകൊണ്ട്? അങ്ങ് വിളിച്ച സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹി വഅശ്ഹദു അന്ന റസൂലുള്ളാഹി കേൾക്കാനും പറയാനും നേരം ഉണ്ടായില്ല. ശ്രദ്ധിക്കണം, നമ്മൾ ഗൗരവമാണ്. വീട്ടിന്റെ ഉള്ളിലൊക്കെ അലസമാണ്. പണ്ടുള്ള ഉപ്പമാരൊക്കെ കേട്ടാ പെട്ടെന്നുള്ള ചട്ടിങ്കലൊക്കെ ആണ് തലയെടുത്ത് വെച്ച ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ആ ബഹുമാനം നഷ്ടപ്പെട്ടു. ദീനിനോടുള്ള എല്ലാ ബഹുമാനം നമുക്ക് നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുർമത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈതൻ കഹുർമതിഹി ഹയ്യാ. ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ അസ്ഹാബുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടത്, അതുപോലെയാണ് വഫാത്താനന്തരവും ഞാനും നിങ്ങളും കാണേണ്ടത്. അങ്ങനെ വേണം നമ്മൾ കാണാൻ. ഇമാം ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മദീനക്കാരനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയുടെ ഇമാമായിരുന്നല്ലോ. ഈ മദ്ഹബുകളുടെ ഇമാമുകൾ 4-ാമനായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മദീനയിൽ നടക്കുമ്പോൾ, ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ, ചെരുപ്പിടാതെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ കാല് വെച്ച് നടന്നിട്ട് കാല് പൊട്ടുമായിരുന്നു സയ്യിദുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ. ചില അഭിപ്രായങ്ങളിൽ വാഹനപ്പുറത്ത് പോലും കയറാതെ ആ മണ്ണിൽ ചവിട്ടാൻ നടക്കുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. മണ്ണിൽ ചവിട്ടൂല. നമ്മളൊക്കെ ഇപ്പൊ മദീനയിൽ ചെന്ന് നോക്കിയേ, സുബ്ഹാനല്ലാഹ്, ചെരുപ്പെങ്ങാനും ഇടാതെ ആ തറയിൽ ചവിട്ടിയ കാലങ്ങട്ട് പുള്ളി തലവരെ പിടിക്കും. ആ സൈസ് ചൂടാണ്. ടൈലൊക്കെ ഉണ്ടായിട്ട് അന്ന് മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പിടാ നടക്കുമ്പോ ചോദിക്കും, എന്താ ഇമാം തങ്ങളെ നിങ്ങൾ ചെരുപ്പിടാത്തത്? എന്റെ ഹബീബായ തങ്ങളുടെ മുത്തുനബി തങ്ങളുടെ ശരീരം കിടക്കുന്ന ഈ മണ്ണിൽ ഞാൻ എങ്ങനെയാണ് ചെരുപ്പിട്ട് നടക്കുക? എനിക്കതിന് കഴിയില്ല എന്ന് സയ്യിദുന മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയെങ്കിൽ നമ്മുടെ കൽബിന്റെ ഉള്ള ബഹുമാനം എന്താണ് സഹോദരങ്ങളെ? മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആളുകൾ വരുമായിരുന്നു ഹദീസുകൾ പഠിക്കാനൊക്കെ, മുത്തുനബി തങ്ങളുടെ ഹദീസ് പഠിക്കാനൊക്കെ. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആളുകൾ വരും. കാന ഇദാ അതന്നാസു മാലികൻ ഖറജത് ഇലൈഹിമുൽ ജാരിയ. ഒരു പെണ്ണിറങ്ങി വരും. ആ വീട്ടിന്റെ ഉള്ളിലുള്ള അടിമ സ്ത്രീയായ ഒരു പെണ്ണിറങ്ങി വന്നിട്ട് ചോദിക്കും, യഖൂലു ലകും ശൈഖ്, മാലിക് തങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു, തുരീദൂനൽ ഹദീസ് അവിൽ മസായിൽ, നിങ്ങൾ ഹദീസ് പഠിക്കാനാണോ അതോ കർമ്മശാസ്ത്രപരമായ എന്തെങ്കിലും മസ്അല പഠിക്കാനാണോ എന്ന് ചോദിക്കും. ഫഇൻ ഖാലു അൽ മസായിൽ, ഇനി മസ്അലകളാണ് പഠിക്കുന്നതെങ്കിൽ ഖറജ ഇലൈഹി, മാലിക് റളിയല്ലാഹു അൻഹു അവരിലേക്ക് ഇറങ്ങി വരും. വഇൻ ഖാലുൽ ഹദീസ്,
മുത്തുനബി തങ്ങളുടെ ഹദീസാണ് കേൾക്കുന്നത്, പഠിക്കാൻ വേണ്ടിയാണ് അവർ മദീനയുടെ മണൽപ്പരപ്പിൽ വന്നതെങ്കിൽ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? ദഖല മുഗ്തസിലാ ദഖല മഗ്തിസലഹു, അവരെ വാഷ്റൂമിൽ അവർ കയറും. വഗ്തസല, അവർ നന്നായിട്ട് കുളിച്ച് വൃത്തിയാകും. വത്തു തയ്യിബ, നല്ലവണ്ണം സുഗന്ധം മൂശും. വലബിസ സിയാബൻ ജുദ്ദാ, അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കും. വലബിസ സാജഹു വതഅമ്മമ, നല്ലവണ്ണം തലപ്പാവ് ഗംഭീരമായിട്ട് കെട്ടും. വളഅല റഅസിഹി റിദാ, നല്ല ഒരു തട്ടം അതിന്റെ മേലെടുത്തിടും. വതലഖാലഹു മനസ്സതൻ, നല്ല ഒരു ഇരിപ്പിടത്തിൽ ബഹുമാനപ്പെട്ടവരിക്കും. ഫയഖ്റുജു ഫയജ്ലിസു അലൈഹാ, അങ്ങനെ ആ ഇരിപ്പിടവുമായിട്ട് ജനങ്ങളുടെ മധ്യ പോകും. അലൈഹിൽ ഖുശൂ, ഭയഭക്തിയോടുകൂടിയാണ് ചെല്ലുന്നത്. വലാ യസാലു യുബഖിറു ബിൽ ഉദു ഹത്താ യഫ്റഗ മിൻ ഹദീസി റസൂലില്ലാഹ്. മുത്തുനബി തങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരുങ്ങുന്ന രംഗമാണ്. അത് ഹബീബായ തങ്ങളോടുള്ള ബഹുമാനമാണ്. റസൂലുള്ള എന്ന പേര് ഇരുന്നു കൊണ്ട് കേൾക്കാറില്ല. പേര് കേട്ടാൽ അപ്പൊ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ആ പേര് കേട്ടാൽ വേറൊരു ചിന്തയില്ലായിരുന്നു. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ, ആ പേര് കേട്ടാൽ കണ്ണ് നിറയുമായിരുന്നു, ഹൃദയം കിടുകിടാ വിറയ്ക്കുമായിരുന്നു. എന്റെ ഹബീബാണെന്നുള്ള ബോധമുണ്ടാകുമായിരുന്നു. വർത്തമാന കാലഘട്ടത്തിന്റെ ജൻസി തലമുറയിലെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയോ അങ്ങനെ ഒരു റസൂലുള്ളാഹിനെ പരിചയമുണ്ടോ? അബ്ദുള്ളാഹുടെ മകൻ എന്നല്ല പഠിക്കേണ്ടത്, ആമിന ബീവിയുടെ പൊന്നുമോൻ എന്നല്ല പഠിക്കേണ്ടത്. ഈ അണ്ടകടാഹം മുഴുവൻ പടയ്ക്കപ്പെടാൻ കാരണഭൂതരായ, ഇത്രത്തോളം ഈ ഉമ്മത്തിന് നെഞ്ചകത്ത് കയറ്റി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ ബഹുമാനം തോന്നാറുണ്ടോ? ഹദീസ് കേൾക്കുമ്പോൾ ഒരു ബഹുമാനം തോന്നാറുണ്ടോ? അതുകൊണ്ടാണ് വഅദിന്റെ മജ്ലിസുകളിൽ നിന്ന് പൂർവികരായ സ്വാലിഹീങ്ങൾ എഴുന്നേറ്റ് പോകുമായിരുന്നില്ല. ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുന്നിടത്ത് എഴുന്നേറ്റ് പോകൂല. അവർ അതവോടുകൂടി അവിടെ ഇരിക്കുമായിരുന്നു. എങ്ങനെയെന്നറിയോ വന്നിരിക്കുന്നത്? സുഗന്ധം പൂശിയിട്ട് നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ട് നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി ഉറക്കം തൂങ്ങാതെ. കാരണം എന്തെന്നറിയോ? ഉറക്കം തൂങ്ങാൻ പാടില്ല. എന്റെ ഹബീബിന്റെ വചനങ്ങളാണ് ഈ പറയുന്നത്. സാക്ഷാൽ എന്റെ ഹബീബായ തങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ ശ്രദ്ധയോടുകൂടി ഇരുന്നില്ലെങ്കിൽ ആദാബാൻ എന്ന് മനസ്സിലാക്കിയിരുന്നു. ولم يكن يجلس ولا تلك المنصه الا اذا حدث عن رسول الله صلى الله عليه وسلم. അങ്ങനെ ഒരു ഇരിപ്പിടൊന്നും റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുന്ന സമയത്തല്ലാതെ മാലിക് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടില്ല. ഇത് ഗൗരവം നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹദീസ് ഒന്നും ഹദീസ് സഹിഹായ ഹദീസാണോ ചോദിക്കണം. സഹിഹായ ഹദീസ് എന്താ സഹീഹ്, എന്താ ലൈഫ് എന്ന് വല്ല വെളിവുണ്ടോ? സഹോദരങ്ങളെ, ഹദീസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എന്ന് കേട്ടാൽ ഒന്നുകൂടി അല്ലാതെ നമ്മൾ കേൾക്കാൻ പാടില്ല. ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാദം കണ്ട് വ്യാപകമായപ്പം അക്കൂസിനെ വെച്ച് കേൾക്കാൻ ആൾക്കാരത് ഈ സാധനം കൊണ്ട് ബാത്റൂമിലും കയറാണ്. എന്തൊരാഭാസമാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിനെ ആവശ്യമില്ലാത്ത ഇടത്ത് വലിച്ചഴക്കാണ്. നബിദിനത്തിന്റെ പേരിൽ വടക്കൻ മലബാറിലെ അടിപള്ളിയുടെ ഉള്ളിൽ കൂട്ടിട്ട് പോലീസ് പള്ളിക്കകത്ത് കയറി. എന്തൊരാഭാസങ്ങൾ ആലോചിച്ചു നോക്ക്. എന്തിന്റെ പേരിൽ അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് നമുക്ക് വല്ല രക്ഷയും വേണോ? ബഹുമാനിക്കേണ്ട, അങ്ങേയറ്റം ബഹുമാനം കൊടുക്കേണ്ട ഒരാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്ത് പറഞ്ഞ് ബഹുമാനത്തിന്റെ നല്ലൊരു സ്വലാത്ത് പറ, മുഹമ്മദ് മുസ്തഫ. ശബ്ദം പോരട്ടെ. എന്താണ് നമുക്ക് ഇത്ര മടി? ഹബീബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഒരു വികാരം പൊട്ടി ഉണരട്ടെ. റസൂലുള്ളാഹി ആരാണ്? ഹബീബായ തങ്ങളെ പറ്റി ശരിക്കും പഠിക്കുകയും. മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, മാലിക് തങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് തങ്ങളെ നിങ്ങൾ എങ്ങനെ ഒരുങ്ങുന്നത്? നിങ്ങൾ സുഗന്ധം പൂശുന്നു, നിങ്ങൾ വല്ലാതെ അണിഞ്ഞൊരുങ്ങുന്നു. ഹബീബായ തങ്ങളെ ഹദീസ് പറയുമ്പോ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഉഹിബ്ബു അൻ ഉഅള്ളിമ ഹദീസ റസൂലില്ലാഹ് വലാ ഉഹദ്ദിസു ബിഹി ഇല്ലാ അൻ ത്വഹാറതി മുതമക്കിനാ. എന്റെ ഹബീബായ
തങ്ങള്, എന്റെ ഹബീബായ തങ്ങളോടുള്ള എന്റെ കൽബിന്റെ ഉള്ള സ്ഥാനം അത്ര വലുതാണ്. എന്റെ ഹബീബായ തങ്ങളെ പറ്റി പറയുമ്പോ എന്റെ കൽബകം നീറും സ്വഹാബാ. എന്റെ കൽബിന്റെ ഉള്ള അത്ര വലിപ്പമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു കാര്യം പറയാൻ പോകുമ്പോ എനിക്ക് ഭയമാണ്, പേടിയാണ്, എനിക്ക് വല്ലാത്ത, അത് പറയുമ്പോ കിട്ടുന്ന സുഖത്തെക്കാൾ വലിയ സുഖം എനിക്ക് കിട്ടാറില്ല. നമ്മളിവിടെ എത്ര ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ബഹുമാനം, സഹോദരങ്ങളെ, നമുക്ക് അതിനെ പറ്റുന്ന ഒരു അറിവില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അത്ര ചിന്തിച്ചിട്ടുണ്ടാവൂല. അതുകൊണ്ട് ബാങ്ക് കേൾക്കുമ്പോ ബഹുമാനം, റെസ്പെക്ട് ഉണ്ടാവണം. നമ്മൾ ജനഗണമന ആദ്യം ഇവിടെ പാടുമ്പോ നമ്മൾ അശ്രദ്ധമായിട്ട്, അത് ശിക്ഷാ നിയമമാണ് രാജ്യത്ത്. പ്രധാനമന്ത്രിയെ കാണുമ്പോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുമ്പോ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ആൾ ആരാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ധാരാളം ചരിത്രങ്ങൾ, സംഭവങ്ങൾ. വിശാലമായ ഉമർ റളിയല്ലാഹു അൻഹു ജുമഅയ്ക്ക് പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജുമഅയ്ക്ക് പോകുമ്പോൾ ഒരു വീട്ടിന്റെ മുകളിലെ മീസാബിൽ ഇങ്ങനെ ഒരു താമ്പ് വെച്ചിരിക്കുന്നു, ഒരു പാത്തി പോലത്തെ ഒരു വസ്തു. റളിയല്ലാഹു അൻഹു സുന്ദരനായിട്ട് ജുമഅയ്ക്ക് പോകുമ്പോ ആ പാത്തിയുടെ അടുത്തെത്തുമ്പോ അതിൽ നിന്ന് ചെളിവെള്ളം വന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് വീഴുമ്പോ വീട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ആ പാത്തി എടുത്ത് മാറ്റൂ, ഇപ്പൊ എനിക്കേ ബുദ്ധിമുട്ട് വന്നുള്ളൂ, നാളെ മറ്റൊരാൾക്ക് വരാം, അത് ഊരി മാറ്റാൻ പറയുന്നു അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങളത് പറഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോ ഈ സ്വഹാബി നേരെ ചെല്ലുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അത് ഞാൻ വെച്ചതല്ല, ഞാനത് ഊരി മാറ്റിയിട്ടുണ്ട്, പാത്തി ഞാൻ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് എന്റെ ഹബീബായ തങ്ങൾ വെച്ചതാ. കയ്യിൽ പിടിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിറച്ചുകൊണ്ട് പറയുന്നു, മോനെ നീ എന്റെ പുറത്തൊന്ന് കയറിക്കൊള്ളുക, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ വരാം. ആരാ പറയുന്ന? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് പറയുന്നത്. ഞാൻ കുഞ്ഞു നിന്ന് തരാ, നീ എന്റെ പുറത്ത് ചവിട്ടിയിട്ട് കയറിയിട്ട് ആ പാത്തി വെച്ച പോലെ വെക്ക്, അത് ഊരി മാറ്റല്ലേ മോനെ. എന്റെ ഹബീബ് തൊടാൻ ഈ നാട്ടിലൊരാൾക്ക് ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല, ഈ ഉമറിനും അതിനുള്ള അധികാരമില്ല മോനെ. ബുദ്ധിമുട്ടല്ലേ? റസൂലുള്ളാഹിക്ക് അറിയാലോ, മാറ്റിക്കളയെന്നല്ല പറഞ്ഞത്, വേണം, കാരണം വെച്ചത് റസൂലുള്ളാഹിയായതുകൊണ്ട്. ഹൃദയത്തിന്റെ ഉള്ള ആദരവാണ്, ഹബീബായ തങ്ങളുള്ള ആദരവാണത്. പ്രിയപ്പെട്ടവരെ, എത്ര സംഭവങ്ങളെന്നറിയൂ. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ വിഷയം വരുമ്പോ പ്രശ്നക്കാരാവാൻ പാടില്ല. നബിദിനത്തിന് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, നമ്മൾ കാരണം ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. നബിയുമായിട്ട് ബന്ധപ്പെട്ട മുത്തുനിബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതിബഹുമാനപൂർവ്വം നമ്മൾ പരസ്പര വിരുദ്ധമാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി റസൂലുള്ളാഹിനെ പറ്റി എതിര് പറയുന്ന ഒരാളോട് വിളിച്ചിരുത്തിയിട്ട് മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. വളരെ ഗംഭീരമായിട്ട് പറയാനോ, എന്തല്ല റസൂലുള്ളാഹിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയാൻ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിനുള്ളത്? പുരാണങ്ങൾ വന്നതല്ലേ, ആരൊക്കെ പറഞ്ഞു റസൂലുള്ളാഹിനെ പറ്റിയിട്ട്? മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രോഫറ്റ് ബട്ട് ഹി വാസ് ദ സയന്റിസ്റ്റ്. എത്ര പേര് പറഞ്ഞു റസൂലുള്ളാഹിനെ പറ്റിയിട്ട്? മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല, അദ്ദേഹം ഒരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനാണ്. റസൂലുള്ളാഹി ഒരു ഫുൾഫിൽ മനുഷ്യനാണ്. ഒരു ഇത്രയേറെ പരിപൂർണനായിട്ടൊരു മനുഷ്യനെ കാണാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഈ അണ്ടകടാഹൻ ലോകം ഭരിക്കുന്ന മുഴുവൻ ശാസ്ത്ര സാഹിത്യകാരന്മാരും നമുക്കാണ് റസൂലുള്ളാഹി മനസ്സിലാവാത്ത പുരുഷാകൃതി പൂണ്ട ദൈവമോ ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ വർത്തമാന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രം നാവ് വെക്കുന്ന ചില വൃത്തികെട്ടവന്മാരുടെ തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞില്ലേ, പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്നല്ലേ പറഞ്ഞത്? പുരുഷന്റെ രൂപത്തിൽ വന്ന ദൈവമാണോ ഇത്? ശ്രീനാരായണ ഗുരുവല്ലേ എന്ന് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് കൊണ്ട് മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജ്മീ മുഹമ്മദു മുഹമ്മദു മുഹമ്മദു